ഈ മുതൽ നിങ്ങൾക്ക് അറിയോ വല്ലാത്ത ജാതി സാധനമാണ്. എന്തോരം ആൾക്കാരെ കരയിപ്പിച്ച മുതലാന്ന് അറിയാൻ നിൽക്കുന്നത്. ഇവന്റെ പൊട്ടിക്കരച്ചിൽ കണ്ട സത്യം പറഞ്ഞ ചങ്ക് കൊണ്ട് തകർന്നു പോകും. അജാതി ഫീലിംഗാണ്. ഒരുപാട് തെണ്ടികൾ ഇവനെ എറിഞ്ഞു ഓടിക്കുമ്പോൾ അടിക്കുമ്പോഴൊക്കെ അവരെ കയ്യെ കിട്ടിയ കൂലിച്ചിരുത്തി കൂമ്പരടിക്കാനൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ ഇവരുടെ പേരെന്താണെന്ന് അറിയില്ല. ഞാൻ ഏതായാലും ഇവനെ വിളിക്കുന്നത് കുഞ്ചിരാമൻ എന്നാണ്. ഈ കുഞ്ചിരാമന്റെ പൊട്ടിക്കരച്ചിൽ കണ്ടിട്ട് സങ്കടത്താലെ എത്ര പേരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കമന്റ് ബോക്സിൽ അറിയിക്കിട്ട. അവരോട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാറുണ്ട്. ഇതൊരു AI പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഇവന്റെ കരച്ചിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ കാരുണ്യം ഇപ്പോഴും ബാക്കി ഉണ്ടായതുകൊണ്ടാണ്. കരുണയുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ കരച്ചിൽ വരുള്ളൂ. പക്ഷെ അമിതമായാൽ അമൃതം വിഷമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് വ്യാപകമായത് ഈ അടുത്ത കാലത്താണ്. ഈ കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ മനുഷ്യന്റെ ഇമോഷണലി കയറി പിടിക്കാൻ ഈ ജാതി വീഡിയോക്ക് പറ്റുന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കണം. പ്രശസ്തനായ ലോക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇനി മനുഷ്യരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഉദാഹരണത്തിന് ഇജാതി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനെ ഒരുപാട് ആൾക്കാർ എറിഞ്ഞു അടിക്കണം. അത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അവസാനം ഈ എറിഞ്ഞു ഓടിച്ചവരനെ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും ചെയ്യും. ഈ സന്തോഷത്തിന്റെ ഭാഗം കട്ടിയതുകൊണ്ട് ഈ എറിഞ്ഞു ഓടിക്കലും അടിക്കലും മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ മനം നിന്നിട്ട് കുറെ ആൾക്കാർ ഈ പുതുതലമുറയിൽ കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ കൊറിയയിൽ ഏതോ ഒരുത്തം മരിച്ചിട്ട് അതിൽ മനം നിന്നിട്ട് ആത്മഹത്യ ചെയ്ത പുതുതലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സൂക്ഷിക്കുക. അതിൽ വല്ലാണ്ട് ഇൻവോൾവ് ആകാതെ നമ്മുടെ കാര്യത്തിൽ മുന്നോട്ട് പോയാൽ ജീവിതം മൂഞ്ചാതെ അങ്ങനെ പോകും. എല്ലാവരും